ശരിക്കും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ വി.ഡി. സതീശൻ ഇന്നലെ വന്ന് നരേന്ദ്രമോദിയെ കണ്ടു, പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഉടനെ നരേന്ദ്രമോദി വിളിച്ച് ഇഡിയോട് പറഞ്ഞു, നിങ്ങൾ പിണറായി വിജയന്റെ വീട്ടിലും 10 പോയി റെയ്ഡ് നടത്തൂ എന്ന് പറഞ്ഞു എന്ന് ശരിക്കും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന്, ഈ കേരളത്തിൽ രാഹുൽ ഗാന്ധി വരുമ്പോഴെല്ലാം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി കയറുന്നില്ല? അത് രാഷ്ട്രീയമായി ഉന്നയിച്ച ചോദ്യം, രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉന്നയിച്ച ചോദ്യം, അതിന് മറുപടി ജിൻഡോ പറയട്ടെ. അല്ല, അതിലൊന്നും എനിക്ക് സംശയമില്ല, അത് ഞാനും കേട്ടതാണ്. പക്ഷേ ഇന്നലെ വന്ന് വി.ഡി. സതീശൻ നരേന്ദ്രമോദിയെ കണ്ടൊരു ബൊക്കെ കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ നാളെ നിങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് അയക്കണം കേട്ടോ എന്ന് പറഞ്ഞ ഉടനെ ഫോൺ എടുത്ത് നരേന്ദ്രമോദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് പറയുകയാണ്, ഇതാ പൊക്കോ പിണറായി വിജയന്റെ വീട്ടിലോട്ട് 10 സ്ഥലവും പുള്ളി എണ്ണി പറഞ്ഞു കൊടുത്തു എന്ന് ശരിക്കും ശ്രീ അരുൺകുമാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തർക്കമില്ല താങ്കളോട്. അല്ല, അതിലെ ഒറ്റ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കാം, എന്റെ വിശ്വാസം അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് വീണ വിജയൻ പ്രതിയല്ലാത്ത, വീണ വിജയന് സമൻസ് അയക്കാത്ത, വീണ വിജയന് നോട്ടീസ് കൊടുക്കാത്ത ഒരു പ്രൊസീഡിംഗ്സിൽ ഇത്രയും വീടുകളിൽ വന്ന് സെർച്ച് ചെയ്യണം? അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അങ്ങ് തന്നെ അത് മറ്റൊരു വിഷയം, അത് താങ്കൾ ഉന്നയിച്ചത് എനിക്ക് മനസ്സിലായി, അത് ഞാൻ കേട്ടു. പക്ഷേ എന്റെ ചോദ്യം, താങ്കൾ ഒരു അഭിഭാഷകനാണ്, ഒരു അന്വേഷണ ഏജൻസി അതിന്റെ നടപടിക്ക് എത്തുന്നത് പ്രധാനമന്ത്രി നേരിട്ട് ഫോൺ വിളിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിന് പ്രകാരം ഇവരുടെ എല്ലാം വീട്ടിൽ കയറി റെയ്ഡ് നടത്തൂ എന്ന് പറഞ്ഞാൽ റെയ്ഡ് നടത്തുകയാണ് എന്ന് താങ്കൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനത് അംഗീകരിച്ചു. അതായത് ഈ ഇഡിയുടെ ചരിത്രം, അതായത് ഇഡിയുടെ കൺവിക്ഷൻ റേറ്റ്, പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ അടുത്ത കാലത്തെടുത്ത കേസ് ഞാൻ ചോദിച്ചതൊന്നുമല്ല. താങ്കളടക്കം CPM-ന്റെ നേതാക്കന്മാർ രാവിലെ മുതൽ പറയുന്ന വി.ഡി. സതീശൻ നരേന്ദ്രമോദിയെ കണ്ടതിന്റെ ഫലമായാണ് ഈ റെയ്ഡ് എന്ന് ശരിക്കും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വി.ഡി. സതീശൻ നരേന്ദ്രമോദിയെ കണ്ട് ഫോൺ വിളിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് പിണറായി വിജയന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞുവെന്ന് താങ്കളും CPM നേതാക്കളും ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതോ രാഷ്ട്രീയമായ ഒരു ആക്ഷേപം എന്ന നിലയിൽ ഉന്നയിക്കുന്നു എന്നേ ഉള്ളൂ? അല്ല, ഫോൺ വിളിച്ചാണോ, കത്ത് കൊടുക്കുകയാണോ, മറ്റേ ഇമെയിൽ അയക്കുകയാണോ എന്നൊക്കെ ഡൽഹിയിൽ ഇരിക്കുന്ന താങ്കൾക്കായിരിക്കും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരം. ഏതായാലും വി.ഡി. സതീശന്റെ സ്വാധീനത്തിൽ നരേന്ദ്രമോദി ഇടപെട്ട് റെയ്ഡ് നടത്തി CPM-നെ തകർക്കാനുള്ള ഗൂഢാലോചനയുണ്ട്. അതായത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചതാണ് ഇന്നത്തെ റെയ്ഡ്. ഒറ്റ കാര്യം ശ്രീ അരുൺകുമാർ, വീണ്ടും ശ്രീ അരുൺകുമാർ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയിൽ കേരള ഹൈക്കോടതി ആ തീർപ്പാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന വി.ഡി. സതീശൻ വിചാരിച്ചാൽ ഇന്ന് ഈ റെയ്ഡ് നടത്താൻ പറ്റുമായിരുന്നോ? അല്ല, അതിലിപ്പോ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്ത കേസ്, FSIO കേസിൽ ഒരു തുടർ നടപടിയും പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്ത കേസ്, അതിൽ കൊണ്ടുപോയി താങ്കൾ പറയുന്നത് തീർത്തും വ്യത്യസ്തമായ കാര്യമാണ്. ഞാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇന്നലെ കേരള ഹൈക്കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വി.ഡി. സതീശൻ ഇന്നലെയും ഇന്നും ഒക്കെ ഇവിടെ നിന്നാലും ഈ റെയ്ഡ് നടക്കുമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഇഡിയെ സംബന്ധിച്ചിടത്തോളം, FSIO സംബന്ധിച്ചിടത്തോളം, ആദായ നികുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അവർ കൃത്യമായി രാഷ്ട്രീയ നിറവ്യത്യാസത്തിന്റെ ഭാഗമായി പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്റ്റാലിൻ സൂചിപ്പിച്ചത്, അതാണ് അരവിന്ദ് കെജ്രിവാൾ സൂചിപ്പിച്ചത്, അതാണ് ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. ഇതൊക്കെ ഞാൻ ചോദിച്ച ചോദ്യം നേരെയുള്ളതാണ് ശ്രീ അരുൺകുമാർ. ഇന്നലെ കേരള ഹൈക്കോടതി ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ വി.ഡി. സതീശൻ വിചാരിച്ചാൽ ഈ റെയ്ഡ് നടക്കുമായിരുന്നു? ഈ ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. 6444 കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഹൈക്കോടതി സ്റ്റേ ഉണ്ടെങ്കിൽ ഇഡി റെയ്ഡ് ചെയ്യും. എനിക്കിപ്പോ മനസ്സിലായി. താങ്കൾക്ക് ഇതേക്കുറിച്ചുള്ള ധാരണ